നല്ലിക്ക ആദ്യം കഴിക്കാം കെല്ലച്ചവക്കും കിന്നവതിരിക്കും. ഈശ്വര, ഇന്നത്തെ റീൽസ് നല്ല റീച്ച് ആവണേ. മണമുള്ള പൂനുള്ളി മൂടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സു നുള്ളി പഞ്ചാര പായസമുണ്ണുന്ന നടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ടു കണ്ണുവെക്കും, പയ്യന്മാർ നിന്നെ കണ്ടു കണ്ണുവെക്കും. ദൈവമേ, നല്ല റീച്ചാവണേ. ഈ റീല് പൊളിക്കും. സ്വാമി, ഒരു കസ്റ്റമർ കാണാൻ വന്നിരിക്കും. വരാൻ പറ. വാ വാ വാ. ഇരിക്കും. ഹലോ, ആ മലൈക്കും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. സ്പീക്കർ സെൻഡ്. ഓക്കെ, ഇൻഷാല്ലാ. ദുബായിന്ന് ഷെയ്ഖ് വിളിച്ചതാണ്. അതെയോ? ആ, അദ്ദേഹം ഇപ്പൊ യുദ്ധം നടക്കല്ലേ, മിസൈലെല്ലാം ഇങ്ങനെ പാഞ്ഞ് നടക്കുകയാണേ. അപ്പൊ അതെല്ലാം വന്ന് വല്ല തലയിലെ വീട്ടിൽ വന്ന് വീണാലെന്നുള്ള പേടി അദ്ദേഹത്തിന്. അപ്പൊ അതിനൊരു ഏലസ് കിട്ടിക്കൊടുക്കണം. ഇവിടുന്ന് ഏലസ് ചെയ്ത്? അതെ, എല്ലാ കേസും നമ്മളുടെ അടുത്താണ് അപ്പൊ വരുന്നത്. ഇപ്പൊ യുദ്ധം തുടങ്ങിയ പിന്നെ പലർക്കും ഉള്ളിൽ ഭയങ്കര ഭീഷണിയും പേടിയാണ്. നിങ്ങൾ അതിനാണോ വന്നത്? അതിന് തന്നെ വന്നത്. ആ, അപ്പൊ മനസ്സിലായില്ലേ, യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഏലസിന് പ്രാധാന്യമുണ്ട്. എന്ത് പറയാനാണ്, ഈ ലോക പോലീസിന് വരെ ഈ രാജ്യയുടെ തന്ത്രിയുടെ മാത്രം വേണം. അപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് വിളിച്ചിരുന്നു. ട്രംപ്? ഏത് ട്രംപ്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അറിയില്ലേ? അദ്ദേഹം വിളിക്കൂ? ആ, ലോക പോലീസിന്റെ നേതാവാണ് അദ്ദേഹം. വിളിച്ചത് യുദ്ധം നടക്കുകയല്ലേ, അദ്ദേഹത്തിന് രാത്രി ഉറക്കത്തിൽ മൂത്രം പോകുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? ലോക പോലീസിന്റെ നേതാവിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇവിടെ വരും. എന്ത് ചെയ്യാനാണ്? ഈ മൂത്തൊഴുപ്പിന് ഏലസുണ്ടാ? ഏലസുണ്ട്, എല്ലാത്തിനും ഏലസുണ്ട്. ഇത് ദൈവികമായിട്ട് തരുന്നതല്ലേ, ഇത് എല്ലാം ദൈവത്തിന്റെ വികൃതികളല്ലേ. ഇവിടെ ഒന്നിനാണെങ്കിൽ സമയമില്ല. ആ, അത് പോട്ടെ, നിങ്ങൾ പറഞ്ഞ കാര്യം പറ. എന്റെ പേര് താമരാക്ഷൻ, ഇവിടെ എന്റെ ഭാര്യ വള്ളി. വള്ളിയോ? ആമാ സ്വാമി. മിസ്റ്റർ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ സ്വന്തം ഭാര്യയെ പൊതുജനബുദ്ധത്തിൽ വള്ളി കിള്ളിയെന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. അത് ശരിയല്ല, പ്രത്യേകിച്ച് എന്റെ അടുത്ത് വരുമ്പോൾ. അല്ല, അതായത് ഇവിടെ തമിഴ്നാട്ടുകാരിയാ, അതാണ് അവളുടെ പേര് വള്ളിന്ന്. ഞാൻ വിചാരിച്ചു വല്ല വള്ളിക്കെട്ടായിട്ട് വരാലോ. പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ആളുകൾക്ക്. ആ, പറയൂ, കാര്യം പറ. നമ്മൾ വന്നത് നമ്മുടെ മോളുടെ പ്രശ്നമായിട്ടോ. അപ്പം അവളുടെ പേര് താമരവള്ളി. അവള് പഠിക്കത്തില്ല. ഓ, അവള് സ്ഥിരം ഫോണിലാണ്. അവൾ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോയും പിടിച്ചുകൊണ്ടൊക്കെയാണ് അവൾ നടക്കുന്നത്. ശരി തന്നെ? ഒരു പണി നമുക്ക് ശരിയാക്കാം. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? അവക്കിപ്പോ 16 വയസ്സ് സ്വാമി. 16 വയസ്സ്. എന്തെങ്കിലും സ്വാമിയെ കൊണ്ട് ആവുന്നത് ചെയ്തു തരണം. ശരിയാക്കാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടിയെ ഒരാഴ്ച ഇവിടെ ആശ്രമത്തിൽ നിർത്തേണ്ടി വരും. ഞങ്ങൾ ഇവിടെ തങ്കട്ടോ സ്വാമി. വേണ്ട, നിങ്ങൾ പോയിക്കോ. ആ കുട്ടി ഇവിടെ നിന്നോളൂ. ഇവിടെ ആശ്രമത്തിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അത് സേഫ് ആയിരിക്കും. നമുക്ക് രോഗം മാറണ്ടേ? അപ്പോ ശരി സ്വാമി. ശരി സ്വാമി. ആ, കയറി വാ. അയ്യോ, ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ. രാഹുകാലത്തിന് മുമ്പ് നമ്മൾ പ്രശ്നങ്ങളെല്ലാം ക്ലോസ് ചെയ്യുവേ. അയ്യോ, അങ്ങനെ പറയില്ല സ്വാമി, ഞങ്ങൾ അങ്ങ് കിഴക്കിന്ന് വരുന്നതാ. അത് മാത്രമല്ല സ്വാമി, ഞങ്ങൾക്ക് പടിഞ്ഞാറ് സന്ധ്യക്ക് എത്തുകയും ചെയ്യണം. ഓ, നിങ്ങളെന്താണ് സൂര്യഭഗവാന്റെ വല്ല ബന്ധുക്കളാണോ? അല്ല സ്വാമി, കിഴക്കന്നേ ഞങ്ങൾ തുമ്പയിൽ നിന്ന് വരുന്നതാണ്. തുമ്പയിൽ നിന്നോ? ഓ, താങ്കളപ്പോൾ ശാസ്ത്രജ്ഞൻ വല്ലതാണോ റോക്കറ്റ് വിടുന്ന? അല്ല സ്വാമി, ഞാൻ സൈക്ലിസ്റ്റ് ആണ്. സൈക്കിളിസ്റ്റോ എന്ന് വെച്ചാല്? സൈക്കിള് മെക്കാനിക്. സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. ഓ, അങ്ങനെ വരട്ടെ. ശരി. സ്വാമി, ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. ഓ, കുട്ടികളില്ല. ഓ, അതാണോ പ്രശ്നം? അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് പരിഹാരം കാണാം കേട്ടാ. പക്ഷേ താങ്കൾ അതിനകത്തൊരു പ്രത്യേക കാര്യം ചെയ്യാനിടേ ഉണ്ടല്ലോ. ക്ലിയറാണ് സ്വാമി, പരിഹാരം എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു.
അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇന്ന് തന്നെ വയനാട് ഒരു ചാണ്ടാളസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ ചെന്നിട്ട് 7 ദിവസം താങ്കൾ തിരി വയ്ക്കണം. അത് ഞാൻ ചെയ്യാറുണ്ട്. താങ്കൾ ഈ 7 ദിവസം തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് ഭക്തിയോടെ 7 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ചെയ്യാം. അപ്പൊ എൻ്റെ ഭാര്യയുടെ കാര്യം ഭാര്യ ഇവിടെ ആശ്രമത്തിൽ നിന്നോളും, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല ഇല്ല, ഇവിടെ ആശ്രമവാസികളൊക്കെ ഉണ്ട്, പിന്നെ നാം ഉണ്ടല്ലോ ഇവിടെ. 7 ദിവസം കഴിയുമ്പോൾ താങ്കൾ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുക, താങ്കൾക്ക് പ്രശ്നത്തിന് പരിഹാരം കാണും. അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. വളരെ ഉപകാരം സ്വാമി. ഈ നന്ദിയൊക്കെ ഞങ്ങൾ എങ്ങനെ തീർക്കും സ്വാമി? നമുക്ക് നന്ദിയല്ല വേണ്ടത്, നമുക്ക് ഗൂഗിൾ പേ ചെയ്യൂ നിങ്ങള്. ശരി സ്വാമി. എല്ലാം മംഗളകരമായിട്ട് നടക്കും കേട്ടാ. പോയിട്ട് വാ. സ്വാമി, പുറത്തൊരു ഭക്തൻ കൂടി വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? ഇപ്പൊ സമയമില്ലല്ലോ. എന്താണ്? ഗുണമുള്ള കേസാ, കണ്ടിട്ട് തോന്നണുണ്ട്. ആണോ? മഹാലക്ഷ്മി എപ്പോ വന്നാലും മടക്കി അയക്കുന്നല്ലേ പറഞ്ഞേക്കണത്. ശരി, വരാൻ പറ. പിന്നെ ആ, ഇന്ന് രാവിലെ വന്നില്ലേ ആ താമരവള്ളി? ആ ചെറിയ പെൺകുട്ടി. ചെറിയ പെൺകുട്ടി. അതെ അതെ, ആ കുട്ടിക്ക് നമ്മുടെ റൂമിന്റെ പടിഞ്ഞാറ് അറ്റത്തെ ആ റൂം കൊടുക്കട്ടാ. ആ, കൊടുക്കാം കേട്ടാ. കൊടുക്കാം സ്വാമി. ആ, പിന്നെ ഇന്നിപ്പോ വേറെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, തുമ്പ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, ഭാര്യയും ഭർത്താവുമായിട്ട് വന്നിട്ട്. അവർക്ക് നമ്മുടെ കിഴക്ക് വശത്ത് AC റൂം കൊടുത്തോളൂ. ആ സ്വാമി, സ്വാമി ശരണം. നമസ്കാരം സ്വാമി. നമസ്കാരം. ആ, ഇരിക്കു വത്സ. ഈശ്വര, എന്റെ പേര് സ്വാമി എങ്ങനെ മനസ്സിലായി? എല്ലാം നാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. മനസ്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വാമി എന്റെ പേര് പറയുന്നു. വന്ന കാര്യം പറയൂ. എന്റെ ഭാര്യയുടെ ഒരു പ്രശ്നമായിട്ടാണ് സ്വാമി ഞാൻ വന്നിരിക്കുന്നത്. ആ, പറയൂ. അവക്ക് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലമുണ്ട്. ആ, എത്ര നാളായി? കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അവള് രാത്രി ഇപ്പൊ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. പിന്നെ വരുന്നത് വെളുപ്പിന് 5-5:30 ആകുമ്പോഴാണ് വരുന്നത്. സ്വാമി, ഞാൻ പലവട്ടം അവളോട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന്. അവള് പറയുന്നത് ബാധ കൂടി എന്നാണ് പറയുന്നത്. ഈ ബാധ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു തന്നെ സ്വാമി. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഉറക്കത്തില് നിങ്ങളുടെ ബോധത്തിന്റെ കുറവാണ് പ്രശ്നം. അവൾ വളരെ ചെറുപ്പമാണ് സ്വാമി, എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞതാണ്. കാണാൻ നല്ല സുന്ദരിയാണ്. സുന്ദരിയാണ്. പ്രശ്നമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടാ. കാര്യം വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ അവളെ അറിയാതെയാണ് വന്നത് സ്വാമി. അറിയാതെയാണ് വന്നത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യണം. താങ്കൾക്ക് ഒരു വഴി പറഞ്ഞു തരാം. അതായത് ഭാര്യയെ ഇവിടെ 3 ദിവസം താമസിപ്പിച്ചൊരു പൂജ ചെയ്യിക്കണം. മനസ്സിലായില്ലേ? അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നത്തിന് പരിഹാരമാവും. ഞാൻ ഇവിടെ താമസിക്കണോ സ്വാമി? വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആശ്രമത്തിന് 3 ദിവസത്തെ പൂജ. ആ 3 ദിവസം പൂജ കഴിഞ്ഞിട്ട് താങ്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകുക കേട്ടാ. അപ്പൊ അതിനുള്ള ഏർപ്പാട് ചെയ്തോളൂ, നമുക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാം. ശരി. ആ 3 ദിവസം ഞാൻ എന്ത് ചെയ്യണോ സ്വാമി? നിങ്ങൾ പോയി കിടന്ന് വീട്ടിൽ പോയി കിടന്ന് 3 ദിവസം ഉറങ്ങിക്കോ. വൈഫ് ഇവിടെ ആശ്രമത്തിൽ നിന്നോട്ടെ കേട്ടാ. 3 ദിവസം കഴിഞ്ഞിട്ട് താങ്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആ, ഏതായാലും ഇതിരിക്കട്ടെ. ഈ കവടി ഞാൻ എന്ത് ചെയ്യണം സ്വാമി? ആ, കവടിയല്ല, കടലയാണത് കഴിച്ചത്. ഏതായാലും ഇന്നത്തെ പൂജ എല്ലാം കഴിഞ്ഞു. ഇതിനിപ്പോ ഇവിടെ ആവശ്യമില്ല, കൊണ്ട് തന്നാണ്. താങ്കൾ കഴിച്ചോളൂ. മണ്ടൻ. വരൂ. ആ, ഇതാരേ? സാറോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇരിക്കും. പതിവില്ലാതെ എന്താണ് ഈ വഴിക്കൊക്കെ? ഇരിക്കാലോ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. പറയാലോ. സാറിന് എന്തെങ്കിലും കേസ് തെളിയിക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എടോ, എത്ര കാലായടോ താൻ ഈ ആളുകളെ എങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കുടുംബങ്ങളാണോ വഴിയാതാരായത്? താൻ ഉണ്ടാക്കി വെച്ച ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു ചീട്ട് കൊട്ടാരുണ്ടല്ലോ, അത് ഇന്നത്തോടെ തീർന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ എനിക്കെതിരെ പറയാൻ വന്നതാണോ? എടോ, താനൊരു പോക്സോ കേസിൽ പ്രതിയാണോ?
അതിന് എനിക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ആ പെൺകുട്ടി തന്നെ ആ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിന് ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റർ? പെൺകുട്ടിക്ക് എന്തിനാണോ പരാതി? ഓക്സോ കേസിന് പരാതി വേണ്ട, അതെനിക്കറിയില്ല. തന്റെ കച്ചവടം ഞാൻ ഇതോടുകൂടി കൂട്ടും. എണീക്കണം, നടക്കണ പന്ന തന്ത്രി സ്റ്റേഷനിലേക്ക്. നിന്റെ ബാക്കി രാരീരം സെൻട്രൽ ജയിലിൽ കിടന്ന് പാടാം. എന്റെ ദൈവമേ! നമസ്കാരം. ഇപ്പൊ കിട്ടിയ വാർത്ത, രാഡിരം തന്ത്രിയുടെ ആശ്രമത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളക്കര ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് പുറത്തു വന്നത്. രാഡിരം തന്ത്രി എന്ന് അറിയപ്പെടുന്ന ജോത്സ്യനും മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ തമ്മനം തങ്കച്ചിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, ജീവിതം അത് വിലപ്പെട്ടതാണ്. വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസമാകരുത്. അത് നന്നല്ല. വീടിനും നാടിനും നാട്ടുകാർക്കും. ലൈവ് ഫോക്കസിന് വേണ്ടി ക്യാമറമാൻ ശ്രീത്തിനൊപ്പം നീതുരാജ്. നെല്ലിക്ക ആദ്യം കഴിക്കാം, കെല്ല ചവക്കും, കിന്ന വതരിക്കും.